മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം ശുദ്ധമായ അത്തറായി രൂപാന്തരപ്പെടുന്നത് ഇതുപോലെ അർദ്ധരാത്രികളിലാണ്. അതിനു പിറകിലൊരു രഹസ്യമുണ്ട്, കഥ പറയാം. രാജ്യത്തിൻ്റെ അത്തർ തലസ്ഥാനമായ ഉത്തർപ്രദേശിലെ കന്നൗജിൽ നിലവിൽ മുല്ലപ്പൂവിൻ്റെയും പനിനീർ പൂക്കളുടെയും സീസണാണ്. പൂക്കൾ ഭരണിയിൽ നിക്ഷേപിച്ച് മണിക്കൂറുകളോളം താഴ്ഭാഗം തീ കത്തിച്ചു വെച്ച് നീരാവി മറ്റൊരു പാത്രത്തിലേക്ക് ശേഖരിച്ചാണ് അത്തർ തയ്യാറാക്കുന്നത്. അതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പൂക്കളിൽ നിന്നും നീരാവിയായി ഈ പാത്രത്തിലേക്ക് വരുന്ന ദ്രാവകമാണ് ഒട്ടും രാസചേരുവകൾ കലരാത്ത പൂക്കളുടെ തനത് സുഗന്ധമുള്ള ഓയിൽ. പകലിലാണ് ഈ പ്രക്രിയകളെല്ലാം കന്നൗജിൽ നടക്കാറുള്ളത്. എന്നാൽ മുല്ലപ്പൂവിൻ്റെ സീസണിൽ മാത്രം അർദ്ധരാത്രികളിലാണ് ഈ ജോലികളെല്ലാം പുരോഗമിക്കുന്നത്. അതിനു പിറകിലെ പരമരഹസ്യമാണ് ഇന്നത്തെ കഥ. ഇന്നു രാത്രി പൂർണ്ണമായും ഉറക്കൊഴിച്ചാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയിരിക്കുന്നത്. കനത്ത ചൂടിലൊരു ചെറിയ ആശ്വാസം എന്നോണം ശക്തമായ മഴയും ഒരിളം തണുപ്പും ഈ രാവിനെ നമുക്ക് വേണ്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏറെ സന്തോഷം. വൈകുന്നേരങ്ങളോടെയാണ് മുല്ലപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നത്. നിശാശലഭങ്ങളെയും പരാഗണജീവികളെയും പ്രതീക്ഷിച്ച് രാത്രിയിലുടനീളം കൂടുതൽ സുഗന്ധം പരത്തി അവ വിടർന്നു തന്നെയിരിക്കും. അന്നേരം ഈ പ്രക്രിയകൾ ചെയ്യുന്നത് വഴി കൂടുതൽ ഗുണമേന്മയുള്ള ഓയിൽ പൂക്കളിൽ നിന്നും ശേഖരിക്കാൻ സാധിക്കും. പനിനീർ പൂക്കളുടെ സൗരഭ്യത്തിന് പക്ഷേ രാത്രിയുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ പകലിലാണ് ഈ പൂക്കളിൽ നിന്നും സുഗന്ധമെടുക്കുന്നത്. രാജകീയവും പരമ്പരാഗതവുമായ ഈ ഡിസ്റ്റിലേഷൻ നടപടികൾക്കൊടുവിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ശുദ്ധമായ സുഗന്ധമൊഴുകുന്നത്. 1000-ലേറെ അത്തർ ഫാക്ടറികൾ കന്നൗജിലുണ്ട് എന്നാണ് കണക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫാക്ടറിയിൽ മാത്രം നിലവിൽ 52 ഭീമൻ ഭരണികളിലാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊരുങ്ങുന്നത്. വെറുതെയല്ല ഇന്ത്യയുടെ അത്തർ തലസ്ഥാനമായി കന്നൗജ് മാറിയത്. വീണ്ടും കാണാം.